ശ്രീകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ സിരപ്പുലി നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. സിരപ്പുലി നായനാർ തരംഗംഭാടി എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ തുടങ്ങിയ 4 വേദങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. തുടർച്ചയായി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തിനുള്ള മഹിമ. വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് യാഗങ്ങൾ ചെയ്യുമായിരുന്നു. ഇതുവരെ നാം മനസ്സിലാക്കിയ നായന്മാരെ പോലെ തന്നെ ശിവഭക്തരെ സേവിക്കുന്നതിലൂടെ ഭഗവാനിൽ എത്തിച്ചേരാം എന്ന് സിരപ്പുലി നായനാരും മനസ്സിലാക്കി. വീട്ടിലേക്ക് വരുന്നവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് നല്ല മധുര സംഭാഷണങ്ങൾ കൊണ്ട് അവരുടെ വിഷമങ്ങൾ മാറ്റുകയും വയറു നിറച്ച് ഭക്ഷണവും കൊടുത്തിട്ടാണ് അവരെ തിരിച്ചയക്കാറ്. വേദമന്ത്രങ്ങളുടെ ധ്വനിയും ഭക്തരെ സേവിക്കുന്നതും മൂലം ശിവഭഗവാന്റെ പ്രീതിക്ക് പാത്രമാവാൻ കഴിഞ്ഞു. ഈ ഭൂമിയിലെ ജീവിതം മനോഹരമായി ജീവിച്ച് കൈലാസത്തിലേക്ക് യാത്രയായി. സിരപ്പുലി നായനാരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മഹത്വം വളരെ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രത്തിന്റെ തുടർച്ചയായ ആവർത്തനം ഒരു ദിവ്യ സ്പന്ദനം ഉണ്ടാക്കുന്നു. ശാസ്ത്രത്തിന്റെ സ്ഥൂല ബുദ്ധിയിൽ പോലും ഇത് തെളിഞ്ഞിട്ടുണ്ട്. ശബ്ദ തരംഗങ്ങൾക്ക് നമ്മിൽ മാറ്റം വരുന്നതായും മാനസികമായും ആത്മീയമായും ഉണർത്താനും അതിന് കഴിയുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിട്ടുള്ള സൂക്ഷ്മബോധത്തെ മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അത് അനുകരിക്കുകയേ വേണ്ടൂ. എപ്പോഴും ഭഗവാനെ സ്മരിക്കുകയും നിരന്തരം നാമം ഉരുവിടുകയും ചെയ്യുമ്പോൾ നമ്മൾ യോഗാവസ്ഥയിലെത്തുന്നു. അത് തന്നെയല്ലേ ശിവപദം പ്രാപിക്കുക എന്നുള്ളതും. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.